ദേശീയ തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര അവയവ കച്ചവട റാക്കറ്റിലെ കണ്ണികളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. റാക്കറ്റിന്റെ സൂത്രധാരൻ ബംഗ്ലാദേശ് പൗരനാണെന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ അമിത് ഗോയൽ പറഞ്ഞു. ഡൽഹിയിലെ വിവിധ ആശുപത്രികളിലെ സർജന്മാരും മെഡിക്കൽ പ്രൊഫഷണലുകളും വിദേശ പൗരന്മാരും അടങ്ങുന്ന ഈ റാക്കറ്റ് 2019 മുതൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. ഡൽഹി അപ്പോളോ ആശുപത്രിയിലെ വനിതാ ഡോക്ടറും സർജനുമായിരുന്ന ഡോക്ടർ വിജയകുമാരി ഇവരുടെ കൂട്ടാളിയും രോഗികളെയും ദാതാക്കളെയും കണ്ടെത്തി റാക്കറ്റിന് കൈമാറിയിരുന്ന റസൽ, ചില മ്യാൻമാർ പൗരന്മാർ എന്നിവരടക്കം 7 പേരാണ് പോലീസ് വലയിലായത്. അറസ്റ്റിലായ വിജയകുമാരിക്ക് കുറഞ്ഞത് 3 ആശുപത്രികളുമായി ബന്ധമുണ്ട്. എന്നാൽ ഇന്ദ്രപ്രസ്ഥ അപ്പോളോ ആശുപത്രിയിലെ ശമ്പളക്കാരിയല്ല ഡോക്ടർ വിജയകുമാരി എന്ന് അപ്പോളോ ആശുപത്രി അധികൃതർ അറിയിച്ചു. നോയിഡയിലെ യഥാർത്ഥ ഹോസ്പിറ്റലിൽ വെച്ചാണ് അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ശസ്ത്രക്രിയയ്ക്ക് വേണ്ട രേഖകളെല്ലാം വ്യാജമായി നിർമ്മിക്കുകയായിരുന്നു. വ്യാജരേഖകളും സീലുകളും അടക്കം ഒട്ടേറെ രേഖകൾ ഡൽഹി ക്രൈംബ്രാഞ്ച് സംഘം പിടിച്ചെടുത്തു. ഇത്തരമൊരു റാക്കറ്റ് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായി കഴിഞ്ഞ വർഷം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ വർഷം ആദ്യം എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് എന്നിവർക്ക് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് വിദേശ പൗരന്മാർ ഉൾപ്പെട്ട ട്രാൻസ്പ്ലാന്റുകളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കത്തെഴുതിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി കുറച്ച് മാസങ്ങളായി രഹസ്യ വിവരത്തെ തുടർന്ന് ഡൽഹി ക്രൈംബ്രാഞ്ച് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലായിരുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ മാസം 3 ബംഗ്ലാദേശ് സ്വദേശികളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തതോടെയാണ് 7 സംഘത്തെ പിടികൂടിയത്. 2021 2023 ഇടയിൽ 20 അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ട്. അവയവമാറ്റ ദാതാക്കളും സ്വീകർത്താക്കളുമെല്ലാം ബംഗ്ലാദേശികളാണ്. ഇടനിലക്കാരെ ഉപയോഗിച്ചാണ് അവയവദാതാക്കളെ കണ്ടെത്തുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത് പ്രലോഭിപ്പിച്ചാണ് ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. വ്യാജ വ്യക്തിഗത തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയാണ് ഇവരെ അവയവദാതാക്കളായി മാറ്റുന്നത്. ദാതാവിന് പരമാവധി 5 മുതൽ 10 ലക്ഷം രൂപ വരെ ലഭിച്ചതായി ഡൽഹി പോലീസ് വൃത്തങ്ങൾ പറയുന്നു. എന്നാൽ സ്വീകർത്താവിൽ നിന്നും 30 ലക്ഷത്തിലേറെ രൂപയാണ് റാക്കറ്റ് ഈടാക്കുന്നത്.